ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ് കഴിഞ്ഞപ്പോൾ ഗുഡ് നൈറ്റിലേക്ക് കിടക്കുവാണ്. സമയം 7:54 അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് എത്രാമത്തെ വ്ളോഗ് അപ്പോൾ അൽമസ്കറ്റ് സീരീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അമ്മയും ഞാനും ചേച്ചിയും അളിയനും ഞങ്ങളെല്ലാവരും ഉണ്ട്, കൊച്ചുമുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എന്തോ പരിപാടി ഉണ്ട്. അതായത് എന്തോ യോഗ, അത് ഇവരുടെ എന്തോ ഒരു മീറ്റപ്പോ അങ്ങനെ എന്തോ ഒരു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു മീറ്റപ്പ് സെറ്റപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. മീറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല സംഭവം. അതായത് ഇവരുടെ യോഗയിലുള്ള എല്ലാവരുടെയും ഫാമിലിയായിട്ട് വന്നിട്ട് അവരൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുന്നു. കുറച്ച് പരിപാടി, കളികൾ, ഗെയിമുകൾ, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ നടത്തുന്നു. എന്നിട്ട് ലാസ്റ്റ് ഫുഡ് കഴിച്ച് എല്ലാവരുമായിട്ട് പിരിയുന്നു. അങ്ങനെയാണ് പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനാണ് ഈ പോകുന്നത്. ഇവിടെ ഒരു പാർക്കിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പാർക്ക് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീട്ടിലെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് അടുത്തെങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. ലൊക്കേഷനൊന്നും വേണ്ട, ഇവർ പോയിട്ടുള്ളൊരു പാർക്കാണ്, അതുകൊണ്ടാണ് നമ്മളും പോകുന്നത്. അപ്പം എന്താണ് പരിപാടി, എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ കളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഈ കുറച്ച് പേരെ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നു, കഴിക്കുന്നു. നമ്മുടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്നിക് സെറ്റപ്പാണ്. പക്ഷേ ഈ പിക്നിക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഒരു ഈവനിങ് ചില്ല് ഔട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഗെറ്റ് ടുഗദറെന്നോ അങ്ങനെയും പറയാം. മറ്റേ പിക്നിക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്, അങ്ങനെയും പറയാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കളികൾ, ഗെയിം, അങ്ങനത്തെ സെറ്റപ്പുണ്ട്. അതൊക്കെ കൂടെ ചേർത്തൊരു വലിയൊരു സംഭവം, അതാണ് പരിപാടി. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മലയാളി ഓണം സെലിബ്രേഷൻ കൂടെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ മറ്റേ വ്ളോഗ് ചാനലിൻ്റെ വീഡിയോയ്ക്കകത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒക്ടോബറിലെങ്ങാണ്ടാണ് ഓണം പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഞാൻ വീഡിയോ എടുക്കാൻ കാണുമോയെന്ന് അറിയത്തില്ല. കാര്യം എനിക്ക് 27-ാം തീയതി, അതായത് നിങ്ങളിപ്പം ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും, നാട് വിട്ടിട്ടുണ്ടാവും. നമ്മൾ അന്ന് ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്, മറ്റേ ഗോകുലത്തിൻ്റെ ഒരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നടത്തിയ സ്ഥലം ഇവിടെയായിരുന്നു. കാർപ്പതേ 100-120 പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ സ്പീഡ് കുഴപ്പമില്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും പറപ്പിച്ചങ്ങ് വിടുകയും ചെയ്യാൻ നല്ല ക്ലീൻ റോഡാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യം അതാണ്, ഇവിടുത്തെ റോഡ് സിസ്റ്റം പരിപാടി. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പരിപാടിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അമ്മയൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ പോകുന്നത്. നമ്മൾ സാധാരണ മറ്റേ ഭജന അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി ശീലിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, 100 കഴിഞ്ഞിട്ടുണ്ട് കേസ്. ഇതാണ് സ്പീഡ്. 100 അടുപ്പിച്ച്. നേരത്തെ 120 കയറ്റിയായിരുന്നു, അത് കാണിക്കാൻ പിന്നെ വിട്ടുപോയി. അതാണ് അപ്പോൾ പരിപാടി. പിന്നെ ഓണം പരിപാടി ഒക്ടോബർ 31 അങ്ങനെ ഏതാണ്ട് പറയുന്നത് കേട്ടു. എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് എന്താണെന്ന്. പിന്നെ ഈ സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു എടുത്തിട്ടില്ല. കാര്യം ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇപ്പം പോണ റൂട്ട് കയറിയിട്ടില്ല നമ്മൾ. പക്ഷേ നമ്മൾ ഒരു ബീച്ചും ഒരു ഈവനിങ് നൈറ്റ് വാക്ക് നമ്മളൊരു ബീച്ച് കാണാൻ പോകുമായിരുന്നു. ഇവിടുത്തെ കാന്താൻ ബീച്ചും ഇറ്റി ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബീച്ചുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മൾ ഒരിക്കൽ പോയായിരുന്നു. പക്ഷേ ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചു, പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം നമ്മൾ പുറത്തെ ബീച്ചിൽ തപ്പി നടന്നു, പക്ഷേ കറങ്ങി തിരിഞ്ഞിട്ട് വഴിയും തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു പരിപാടി. അത് കോമഡി ആയിരുന്നു. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്തില്ല. കാര്യം നമ്മൾ കാറിൽ തന്നെ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഇറക്കവും നിൽക്കലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രം കാണിക്കാൻ പറ്റില്ല കേസ്. സോ അതായിരുന്നു അന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതും. ഇവിടെ ഒരു കപ്പലൊക്കെ കിടപ്പുണ്ട്, നേരത്തെ കണ്ട്. നമ്മളപ്പോൾ വഴിതെറ്റ് വേറെ വഴിക്ക് പോയി, പിന്നെയും നമ്മളിവിടെ നിന്ന് തിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് കയറേണ്ടത്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ കാന്താൻ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലും പോയപ്പോൾ. ആദ്യം ഇറ്റി ബീച്ചിലേക്ക് പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ബീച്ച് അടച്ചെന്ന് പറഞ്ഞ്. അത് ഈ കാന്താൻ ബീച്ചിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ നല്ല കോമഡി പരിപാടിയായിരുന്നത്. അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ സ്ഥലം പൊളി. എങ്ങോട്ടുള്ള കുറച്ച് ഏരിയ കാണാൻ നല്ല രസമാണ് കേട്ടോ. കിട്ടിലും ഒരു സ്ട്രക്ചറും ഒരു പരിപാടിയൊക്കെയാണ്. മല മൊത്തം മല, അതിൻ്റെ ഇടയ്ക്ക് നല്ല കൊട്ടാരം എന്തൊക്കെയുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഇരുട്ടാണ്, പക്ഷേ കാണാൻ പറ്റില്ല. അതൊക്കെ രാവിലെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് കാണിച്ചു തരുന്നു. ഇവിടെ സൈഡിലൊക്കെ എന്തോ കൊട്ടാരം, എന്തോ ബിൽഡിങ്, കോട്ട, അങ്ങനത്തെ എന്തൊക്കെയോ വലിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രകൃതി സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണം പരിപാടി വരുന്നുണ്ട്, പക്ഷെ അത് കാണിക്കാനായിട്ട് ഞാനുണ്ടാവില്ല. 27-ാം തീയതി കൊണ്ട് ഞാൻ പോകും. എന്തായാലും നമുക്ക് എത്തട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്, ഒരു പാർക്കിലാണ്. അപ്പോൾ ഇവിടെ കളി, ഗെയിം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 2 സെക്ഷനായിട്ട് തിരിച്ചു, ആണുങ്ങൾക്കൊരു സെക്ഷൻ, പെണ്ണുങ്ങൾക്കൊരു സെക്ഷൻ. അപ്പോൾ കുറച്ച് ഗെയിം പരിപാടിയൊക്കെ നടന്നു. അതുകൊണ്ടോ നമ്മൾ കുറച്ച് ഗെയിമും പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്നെ പിടിച്ച്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെയും പിടിച്ച് കയറ്റി. അത് കാരണം
എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ഗെയിമിങ് പരിപാടിയും കളിയും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടത് ഇതൊക്കെയാണ് ഗെയിമിങ് പരിപാടികൾ. നമ്മുടെ കുളങ്കര സെറ്റപ്പാണിത്. പക്ഷേ നല്ല രസമായിരുന്നു. കുറേ നേരം ഗെയിമൊക്കെ കളിച്ച് ഞാൻ ഔട്ടായിട്ട് നിൽക്കുകയാണ്. അന്നേരം ആ വീഡിയോ എടുത്ത കണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ പാർക്കിൽ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് പാർക്കിൻ്റെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് പാർക്ക്. നല്ല കിടിലൻ പാർക്കാണ്. നല്ല ഗംഭീരമായി വലിയൊരു സ്ഥലങ്ങളോട് കൂടി നീണ്ടു കിടക്കുന്ന പാർക്ക്. നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൊച്ചിന് ഇവിടെ ചൂട് കാരണം ബഹളമൊക്കെ വെച്ച് ഇരുട്ടായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റണില്ല. അങ്ങനെ നമ്മൾ പാർക്കിനോട് ഇവിടെ പറഞ്ഞു. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം കളിയുണ്ട്. ഈ കളീൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് ടെൻഷനൊക്കെ മാറി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റി. പിന്നെ ഇവിടെ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടി കൂടെ ഉണ്ടായി ഞങ്ങൾ വരുമ്പം. അതെന്തോ മലയാളികളായിരുന്നു അവിടെ ചെല്ലുമ്പം. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ഇരുട്ടായത് കാരണം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ പാർക്ക് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. കിടിലൻ പാർക്ക്. ഇത് രാവിലെ അങ്ങനെ വരുവാണെങ്കിൽ കാണിക്കാൻ പറ്റിയായിരുന്നെ കാണിക്കാമെന്ന്. പക്ഷേ രാവിലെ ഇവിടെ വരാനും പറ്റില്ല. നല്ല ചൂട് കാരണം കയറി വരാൻ പറ്റില്ല. പക്ഷേ നല്ല കിടിലൻ പാർക്കാണ്. നല്ലപോലെ ഇതുണ്ട്, സ്പേസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണം ഷോർട്സിൽ ഷോർട്സിൽ എന്തായാലും വീഡിയോ വരുന്നുണ്ട്. അത് നിങ്ങൾ നമ്മുടെ വ്ളോഗ് ചാനലിൽ കാണുമായിരിക്കും. നമ്മുടെ വ്ളോഗ് ചാനലിൽ കൃഷരി വെയിറ്റില്ല, അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. കുറച്ച് നേരത്തേക്ക് വൈകുന്നേരം പോയി സമാധാനമായിട്ട് കുറച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ ഉള്ളവർക്ക് ടെൻഷനൊക്കെ മാറ്റിയിരിക്കും. അവരിനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പിക്നിക് പോലത്തെ സെറ്റപ്പ്. അത് ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഈ 27-ാം തീയതി പോകുന്ന കാരണം ഇനി ഇതിൽ ഒരു പരിപാടിയും കാണത്തില്ല. ഈ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ പോകും. അതായത് ഈ വീഡിയോ ചിലപ്പോൾ വീഡിയോ അതിന് മുമ്പ് വരും. എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗ് ചാനലാണെങ്കിൽ പ്രശ്നമുള്ളൂ. ഇവിടെ എന്തായാലും കുഴപ്പമില്ല. ഇതെന്തായാലും ഉടനെ വീഡിയോ വരും. നാളെ മറ്റന്നാൾക്കുള്ളിൽ വീഡിയോ കയറി വരും. അപ്പോഴത്തേക്കും നമ്മൾ ഇനിയുള്ള പരിപാടികളൊന്നും കാണാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലേ നമ്മളിനി തിരിച്ചു വരത്തുള്ളൂ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ അൽമസ്കറ്റ് ഫാമിലി ഇതോടുകൂടി നിൽക്കുമായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. പിന്നെ കാണാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം.